അതിവേഗം അസാധ്യമോ എന്ന നമ്മുടെ ചർച്ച തുടരാം. ശ്രീ ആന്റോ. സാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം കേരളത്തെ സംബന്ധിച്ച് കേരളം ഒരു നഗരമായി മാറിയിരിക്കുകയാണ്. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഞാൻ പലപ്പോഴും പറയാറുണ്ട് കേരളം ഒരു നഗരമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കാസർഗോഡ് തുടങ്ങി കോഴിക്കോട് വരെ 182 കിലോമീറ്ററാണ്. കോഴിക്കോട് തുടങ്ങി എറണാകുളം വരെ 208 കിലോമീറ്ററാണ്. എറണാകുളം തുടങ്ങി തിരുവനന്തപുരം വരെ 200 കിലോമീറ്ററാണ്. അപ്പോൾ 200, 180. ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് ഈ നഗരവികസന മന്ത്രി കേരളത്തിൽ ഇത് പ്രായോഗികമാണ് എന്ന് പറയുന്നത്? ഞാൻ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, കേരള സർക്കാർ 3 ഘട്ടങ്ങളായിട്ടാണ് പ്രഖ്യാപിച്ചത്. തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് കാസർഗോഡ് 3 ഘട്ടങ്ങളാണ് പ്രഖ്യാപിച്ചത്. ഇനി ആദ്യത്തെ ഘട്ടം എന്ന് നോക്കാം, തിരുവനന്തപുരം എറണാകുളം വരെയാണെന്ന് നോക്കുക. എറണാകുളം വരെയാണെങ്കിൽ ഈ പറയുന്ന ഒരു ഗുഹയുണ്ടാവില്ല. കാരണം അത് മലയോര മേഖലയല്ല. 80-90% കടന്നു പോകുന്ന മലയോര മേഖലയിൽ കൂടെയല്ല. അപ്പോൾ എന്താണ്, അത് വയഡക്റ്റ് മാത്രമാണ് ആവശ്യം. ഇതെന്താണ് ഈ കെ റെയിലും എന്താണ് ഈ ഹൈ സ്പീഡ് റെയിലും ഇതെന്താണ് ഈ സെമി സ്പീഡ് റെയിലും തമ്മിൽ വ്യത്യാസം ഞാൻ പറയാം. എന്താണ് ഒന്നാമത്തെ കാര്യം, ഇപ്പോൾ ഈ സെമി സ്പീഡിൻ്റെ കാര്യം എന്ന് പറയുന്നുണ്ടെങ്കിൽ വയഡക്റ്റിൻ്റെ മേലെ കൂടെ ഓടും. കാരണം 180 കിലോമീറ്റർ വരെ സ്പീഡിലാണ് അത് ഓടുക. മാക്സിമം എനിക്ക് 200 വരെ പോകാം എന്ന് തോന്നുന്നുണ്ട്. എങ്ങനെയാണ് RRTS അതാണ് സെമി സ്പീഡ്. അപ്പോൾ RRTS, അപ്പോൾ ഈ RRTS ഒരു മണിക്കൂറിലാണ്, ഒരു മണിക്കൂറിൽ 200 കിലോമീറ്റർ വരെ പോകും. 180 വരെയാണ് അതിൻ്റെ മാക്സിമം. എനിക്കൊന്ന് 200 വരെ പോകാം. ഞാൻ എന്തുകൊണ്ടാണ് പറയും, ഈ യൂറോപ്യൻ കൺട്രികളെല്ലാം മാക്സിമം ഉള്ളത് ഈ പറഞ്ഞ RRTS ട്രെയിനുകളാണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ 200. അപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലെത്താൻ വേണ്ടി 1 മണിക്കൂർ മതി. തിരുവനന്തപുരത്ത് കൊച്ചിയിലെത്താൻ വേണ്ടിയിട്ട് നമുക്ക് ആ സെക്ഷൻ മാത്രമേ കംപ്ലീറ്റ് ആയുള്ളൂ എന്ന് വെക്കുക. ഈ സർക്കാർ 3 ഘട്ടങ്ങളായി പ്രഖ്യാപിച്ച ട്രെയിനിൻ്റെ ഫസ്റ്റ് ഘട്ടം എന്നുള്ളത് തിരുവനന്തപുരം ടു കൊച്ചി വരെയാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കണക്ടിവിറ്റി ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടുന്ന് 1 മണിക്കൂർ കഴിഞ്ഞ് 1 മണിക്കൂർ തിരുവനന്തപുരത്ത് എത്താം എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട. ഈ പറയുന്ന വലിയ സാങ്കേതിക പ്രശ്നങ്ങളില്ല. കാരണം എന്താ, അത് വയഡക്റ്റിൻ്റെ മേലെ കൂടെയാണ്. വയഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, പാലത്തിൻ്റെ മേലെ ട്രാക്ക് ഇട്ട് ഓടിക്കുക എന്നുള്ളത്. ഇപ്പം നമ്മൾ കാസർഗോഡ് തുടങ്ങി കാസർഗോഡ് നാഷണൽ ഹൈവേ വന്നല്ലോ. നാഷണൽ ഹൈവേ എത്രയോ കിലോമീറ്റർ 250-300 200 കിലോമീറ്ററോളം വയഡക്റ്റിൻ്റെ മേലെ കൂടെ ഓടുന്നത്. മലപ്പുറം ഏരിയ മുഴുവൻ വയഡക്റ്റിൻ്റെ പുറത്തു കൂടിയാണ് ഹൈവേ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ സെമി സ്പീഡ് റെയിൽവേ RRTS കേരളത്തിൽ നടപ്പിലാക്കാൻ വളരെ ഈസിയാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ പറയാം, അത് നഗരം ടു നഗരം ബന്ധിപ്പിക്കുന്നതാണ്. സിറ്റി ടു സിറ്റി, തിരുവനന്തപുരം സിറ്റി ടു എറണാകുളം സിറ്റി എന്ന് പറഞ്ഞാൽ ആ 2 സിറ്റികളെ ബന്ധിപ്പിക്കാൻ വേണ്ടി ഈ RRTSൻ്റെ ആവശ്യമുള്ളൂ. അതിന് നഗരവികസന മന്ത്രാലയത്തിൻ്റെ അനുമതി മതി. ആരുടെ അനുമതി വേണ്ട? ഈ പറഞ്ഞ റെയിൽവേൻ്റെ അനുമതി വേണ്ട. അതുകൊണ്ടാണ് നഗരവികസന മന്ത്രി പറഞ്ഞത് അത് കേരളത്തിൽ പ്രായോഗികമാണ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഐഡിയ തന്നെയാണ്. ആ ഐഡിയ ആണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ നടപ്പിലാക്കിയിരിക്കുന്നത്. 80% ചൈനീയ പ്രദേശങ്ങളിൽ നടപ്പിലാക്കിയത് ഈ RRTS ആണ്. ഹൈ സ്പീഡ് റെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 350 കിലോമീറ്റർ സ്പീഡിൽ ഓടുന്ന ഒരു ട്രെയിനാണ്. ആ ട്രെയിനിൻ്റെ പ്രത്യേകത എന്താണ്, നമ്മൾ നോക്കി നിൽക്കുമ്പോൾ സ്പീഡിൽ പോയി കളയും. അപ്പോൾ എന്താണ് അത് എന്ന് പറയുന്നത്, കവേർഡായ സ്ഥലങ്ങളിൽ കൂടിയാണ് ഓടുക. ഒന്നിൽ ഈ ടണലായിരിക്കും, അല്ലെങ്കിൽ ടണൽ പോലെ ഈ പറയുന്ന റെയിൽവേ പാളത്തെ മറച്ചിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ പ്രത്യേകത. അല്ലെങ്കിൽ അതിലേക്ക് ഒരു സാധനം എത്താത്ത രീതിയിലുള്ളൊരു കവർനെസ് അതിനുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കേരളത്തിൽ പ്രായോഗികമാണോ എന്ന് ചോദിച്ചാൽ അത് പ്രായോഗികമാണ് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ എന്താ, RRTS പ്രായോഗികമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഹൈദരാബാദ് ടു വാറങ്കൽ ഇത് പ്രാക്ടിക്കലായി നടക്കുമെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസിയാണ്. അപ്പം ഈ ശ്രീധരൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ടെക്നോളജി നമുക്ക് എവിടെ വരെ എത്തും, ചെങ്ങന്നൂർ വരെ എത്തിക്കാൻ പറ്റും. തിരുവനന്തപുരത്ത് തുടങ്ങി ചെങ്ങന്നൂർ വരെ എത്തിക്കാൻ പറ്റുന്ന RRTS കൊച്ചിയിൽ എത്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കേണ്ട കാര്യം നമുക്കില്ല. കാരണം എന്താണ്, അത് വളരെ സാങ്കേതികമായ പ്രശ്നമാണ്. അപ്പം ഞാൻ പിടിച്ച മുയലിന് 4 കൊമ്പ് എന്നുള്ളത് കാരണം ഈ ശ്രീധരനെ കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ അറിയാം. അദ്ദേഹത്തിന് നല്ല കഴിവുള്ള ആളാണ്. കൊച്ചി മെട്രോ അദ്ദേഹത്തിന് അതിൻ്റെ കോൺട്രിബ്യൂഷൻ, അത് ഡൽഹി മെട്രോയിൽ അദ്ദേഹത്തെ മെട്രോ മാൻ എന്ന് വിളിക്കുന്ന രീതിയിൽ, കാരണം ആ കാലത്തെ ടെക്നോളജിയാണ്. ഇപ്പം ഞാൻ പറയും, ഈ ശ്രീധരൻ ഉണ്ടായിട്ടല്ലല്ലോ യൂറോപ്പിൽ ട്രെയിൻ ഓടുന്നത്, ചൈനയിൽ ട്രെയിൻ ഓടുന്നത്, കേരളത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഈ പറയുന്ന മെട്രോ ട്രെയിൻ ഉണ്ടായത് അങ്ങനെയല്ലല്ലോ. അദ്ദേഹത്തിനും ഈ കാര്യത്തിൽ അറിയാം, അദ്ദേഹത്തിന് ഈ കാര്യത്തിൽ ജ്ഞാനമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ കൊണ്ട് മാത്രമേ ഇത് ചെയ്യിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അപ്രൂവൽ എടുത്തിട്ട് മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുന്നുള്ളൂ എന്നുള്ളൊരു പിടിവാശി നല്ലതാണോ എന്ന് ചോദിച്ചാൽ അത് നല്ലതല്ല. അങ്ങനെയല്ല ശ്രീധരൻ പറഞ്ഞോട്ടെ, അത് അദ്ദേഹത്തിൻ്റെ ഐഡിയ ആണ്, അത് അദ്ദേഹത്തിൻ്റെ പ്ലാനാണ്. അത് കേരള സർക്കാരോട് നടപ്പിലാക്കും. അങ്ങനെയല്ല മുഖ്യമന്ത്രി അതാണ് ഞാൻ പറയുന്നത്. കേരളത്തിൽ ഈ ശ്രീധരൻ അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെന്ന് വെക്കുക. മുഖ്യമന്ത്രി ശ്രീധരനോട് ആവശ്യപ്പെട്ടാൽ ശ്രീധരൻ സാർ എന്താ ചെയ്യേണ്ടത്? മുഖ്യമന്ത്രിയായിട്ടൊരു ധാരണ ഫസ്റ്റ് ഉണ്ടാക്കണം. ഇത് കേരളത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയല്ലേ. ധാരണ ഉണ്ടാക്കിയതിന് ശേഷം ഒന്നിച്ച് റെയിൽവേ മന്ത്രിനെ കാണണം. ഇപ്പം ഈ ശ്രീധരൻ തന്നെ പ്രപ്പോസലാണ് ഈ പറയുന്ന മുൻപത്തെ ഹൈസ്പീഡ് റെയിൽ. ആ ട്രെയിൻ ഓൾറെഡി അശ്വിനി വൈഷ്ണവ് എന്ന് പറഞ്ഞ കേന്ദ്ര റെയിൽവേ കാര്യ മന്ത്രിയോട് സംസാരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് ശേഷം ആദ്യം തോമസ് മാഷ് പോയി കാണുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയും ഈ പറയുന്ന തോമസ് മാഷും കൂടെ ചെന്നിട്ട് ഈ അശ്വിനി വൈഷ്ണവിനെ കാണുന്ന സമയത്ത് റെയിൽവേ മന്ത്രി എന്താ പറയുന്നത്, ഞാനങ്ങനെ അറിഞ്ഞിട്ടില്ല, എനിക്ക് ആ പ്രൊജക്റ്റിനെ കുറിച്ച് അറിയില്ല. പക്ഷേ ഈ ശ്രീധരൻ പറഞ്ഞിരിക്കുക, ഞാനൊരു പ്രപ്പോസൽ കൊടുത്തിട്ടുണ്ട്, അവിടെ എല്ലാവർക്കും അറിയാം
പറയാം എന്ന് പറയുന്ന സമയത്ത് ആ റെയിൽവേ മന്ത്രി എന്താ അന്നേരം മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, നിങ്ങളുടെ അങ്ങനെ മനസ്സിൽ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു പ്രപ്പോസൽ തരൂ എന്നുള്ളത് മാത്രമാണ്. അപ്പം അതിനേക്കാൾ അങ്ങനെ പ്രപ്പോസൽ പറയുന്ന സമയത്ത് കേരളത്തെക്കുറിച്ച് നല്ല ബോധ്യം നമ്മുടെ സർക്കാരിനുണ്ട്, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ ഉണ്ട്. സർക്കാരിനെ വിടൂ, നമ്മൾക്ക് തന്നെ ഇല്ലേ? കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് 3 കണക്ടിവിറ്റിയാണ് വേണ്ടത്. ഒന്ന് തിരുവനന്തപുരം ടു കൊച്ചി, കൊച്ചി ടു കാലിക്കറ്റ്, കാലിക്കറ്റ് ടു കാസർഗോഡ്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്ത് അങ്ങനെ ഒരു സംസ്ഥാനം ഇല്ലാന്നേ. കാരണം എല്ലാ ഡിസ്ട്രിക്റ്റുകളെ എല്ലാ പ്രൊവിൻസിനെയും ബന്ധപ്പെട്ട് പോകുന്ന ഡിസ്ട്രിക്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് ഇടുക്കിയും പിന്നെ വയനാട് മാത്രമാണെന്ന് വിട്ടു നിൽക്കുക. പിന്നെ പത്തനംതിട്ടയുടെ ചില ഭാഗങ്ങൾ, പത്തനംതിട്ട എറണാകുളത്ത് അതിൽ വഴി വേണമെങ്കിൽ, പക്ഷേ അതും കൂടെ വെച്ച് വന്നു. പക്ഷേ ബാക്കിയുള്ള ജില്ലകളെ മുഴുവൻ ബന്ധിച്ചിട്ട് പോകുന്ന അതുപോലെയൊരു സംസ്ഥാനം ഇന്ത്യയിലില്ല, ലോകത്ത് തന്നെ ഉണ്ടോ എന്നുള്ള ഒരു സംശയമാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നാഷണൽ ഹൈവേ കാസർഗോഡ് വഴി തിരുവനന്തപുരം വരുമ്പോഴത്തേക്കും കേരളത്തെ മുഴുവൻ ബന്ധിക്കുന്ന റോഡായി. അതിനുപോലെ തന്നെയാണല്ലോ ഈ പറയുന്ന പിന്നെ എന്താണ് ഹൈസ്പീഡ് റെയിലും. 3 ഘട്ടങ്ങളായി ഇത് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇനി 2ാം ഘട്ടം കാസർഗോഡ് എറണാകുളം തുടങ്ങി എവിടെ പിന്നെ കോഴിക്കോട് വരെ നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ആ നടപ്പിലാക്കി അതിന് വേറെ പദ്ധതി മതി. ഞാൻ വേറൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മുടെ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ ബസ് ഓടിക്കുന്ന പല ബസ്സുകളും ഓടിക്കുന്നുണ്ട്. എങ്ങനെയാണെന്നറിയോ? വേറെ എവിടെയും സ്റ്റോപ്പില്ല. തിരുവനന്തപുരത്ത് നിന്ന് സ്റ്റോപ്പ് ആൾ കയറി കഴിഞ്ഞാൽ ആ വണ്ടി എറണാകുളത്ത് മാത്രമേ നിർത്തുള്ളൂ. 2.5 മണിക്കൂർ 3 മണിക്കൂറുണ്ട്, അല്ലെങ്കിൽ 3.5 മണിക്കൂറിൻ്റെ എറണാകുളം എത്തുന്ന രീതിയിലാണ് ബസ് ഓടുന്നത് ഇപ്പോൾ. കാരണം വേറെ സ്റ്റോപ്പില്ല. ഈ പല ഹൈസ്പീഡ് ട്രെയിനുകളും വേറെ സ്റ്റോപ്പ് ഉണ്ടാവില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അത് 2 നഗരങ്ങൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ്. അതൊരു ദീർഘവീക്ഷണത്തോടുള്ള ഒരു വലിയ പ്ലാനാണ്. അത് കേരളത്തിൽ മറ്റുള്ള സംസ്ഥാനത്ത് നടപ്പിലാകുന്നു നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വെറുതെ കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ഒരു കാർ എടുത്ത് യാത്ര ചെയ്യുക. നിങ്ങൾ പോകുന്ന ഇപ്പോൾ നാഷണൽ ഹൈവേ വന്നതിന് ശേഷം അതൊരു എന്താണ് കുറച്ചും കൂടെ വലിയ റോഡായി. ആ സൈഡിലുണ്ടായിരുന്ന കടകളെല്ലാം പോയി. നാഷണൽ ഹൈവേ വരുന്നതിന് മുൻപ് എന്തായിരുന്നു സംഭവം? റോഡുകൾ മുഴുവൻ കടകളായിരുന്നു. കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നിങ്ങൾക്കൊരു 500 മീറ്റർ ഒരു കട കാണാതെ പോകാൻ കഴിയില്ല. ഒരു നഗരം പോലെ മാത്രമായിരുന്നു. ഇപ്പം ഞാൻ പറയുന്നത് പിന്നെ സൗദി അറേബ്യയിൽ അവരെന്താണ് ഒരു ലൈൻ സിറ്റി പണിയുന്നുണ്ട്. ഒരു ലൈൻ മുഴുവൻ സിറ്റി എന്ന് പറയുന്നത് റോഡ് സൈഡ് മുഴുവൻ കടകളും ബിൽഡിങ്ങുകളുമാണ്. മനസ്സിലായോ? പാക്കേജുകൾ, അവർ IT പാർക്കുകൾ, അവരെ ടൂറിസം, അവരുടെ ഫ്ലാറ്റുകളൊക്കെ, അതുകൊണ്ട് സിറ്റി. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണിയേണ്ട കാര്യമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളം അങ്ങനെ ഒരു സിറ്റിയാണ്. അപ്പം നഗര വികസന മന്ത്രാലയത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ ഒരു റെയിൽവേ കണക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് വേറെ ഇവിടുന്ന് കണക്ട് ചെയ്യാനില്ലാന്നേ. നമുക്ക് ഇടുക്കിയിൽ നിന്ന് ഒരു ട്രെയിൻ എറണാകുളത്തേക്ക് പറ്റില്ലല്ലോ, വയനാട്ടിൽ നിന്ന് ഒരു ട്രെയിൻ കോഴിക്കോടേക്ക് പറ്റത്തില്ലല്ലോ. പറ്റുമോ? നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഉൾനാടൻ പിന്നെ ഉൾനാട്ടിൽ നിന്ന് സിറ്റിയിലേക്ക് വരേണ്ട ഗതികേട് നമുക്കില്ല. കാരണം എന്താണ്, നമ്മുടെ സംസ്ഥാനം മുഴുവൻ സിറ്റി ആയിട്ട് തന്നെയാണുള്ളത്. നമ്മൾ ഇവിടെ നിന്ന് നോക്കി ആലപ്പുഴ ഒരു സിറ്റിയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? നമുക്ക് അതിനപ്പുറം ഇപ്പോൾ കൊല്ലം ഒരു സിറ്റിയാണ്, തിരുവനന്തപുരം ഒരു സിറ്റിയാണ്. ഇത് 3ഉം കണക്ട് ചെയ്ത് ഒരു റെയിൽ വന്നാൽ നമ്മളെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. അപ്പം ഇനി ഞാൻ പറയും, ഇപ്പം നമ്മളിപ്പം കൊച്ചി മെട്രോ ഓടുന്നുണ്ട്. 3.5 മിനിറ്റിലോ 4 മിനിറ്റിലോ ഓരോ ട്രെയിൻ വന്നുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? ഇതിൻ്റെ സംഭവം എന്താണ്? ഒരു 4 ഇപ്പം ഞാൻ പല ഫോറിൻ രാജ്യങ്ങളിലും കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 4 ലൈൻ ഉണ്ടാവും. 4 ലൈൻ അങ്ങോട്ടും ഉണ്ടാവും, 4 ലൈൻ ഇങ്ങോട്ടും ഉണ്ടാവും. എന്താണ് ഓരോ 20 മിനിറ്റ് പോകുമ്പോൾ 20 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ട്രെയിൻ വന്നുകൊണ്ടിരിക്കും. അങ്ങോട്ട് പോകും ആ 20 ട്രെയിൻ. 1 മണിക്കൂറും കൊണ്ട് ആ 200 കിലോമീറ്റർ എത്തും. അപ്പറേ 20 മിനിറ്റ് 3 ട്രെയിൻ 4 ട്രെയിൻ ഉണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ 20 മിനിറ്റിലും ആ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് 100% ഇപ്പോൾ ഉദാഹരണം കേരളത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരത്ത് നിന്ന് കയറുന്നു, കൊച്ചിയിൽ നമുക്ക് 1 മണിക്കൂർ കൊണ്ട് എത്താം. 1 മണിക്കൂർ എത്തിക്കഴിഞ്ഞാൽ 200 കിലോമീറ്റർ അതിൻ്റെ സ്പീഡ് 180 200 കൂട്ടിക്കോളൂ. അപ്പം ഈ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത 20 മിനിറ്റിൽ തിരുവനന്തപുരത്ത് നിന്ന് അടുത്ത ട്രെയിൻ ഉണ്ട്. 3 ട്രെയിനിൻ്റെ ആവശ്യമുള്ളൂ, പക്ഷേ 4 ലൈൻ വേണം എന്നുള്ളതാണ്. അത് വയഡക്റ്റിലാണെങ്കിൽ വളരെ സംബന്ധിച്ചിടത്തോളം ഈ 15 മീറ്റർ ഡിസ്റ്റൻസ് മതി. നമ്മുടെ നാഷണൽ ഹൈവേ 45 മീറ്ററിലാണ് ഉള്ളത്. 45 മീറ്ററിൽ 15 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു 2 നാഷണൽ ഹൈവേൻ്റെ ഒരു ലൈനിൻ്റെ വലിപ്പം. അപ്പോൾ അതിൻ്റെ വയഡക്റ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ രീതിയിൽ ചിലവ് കുറഞ്ഞൊരു പ്രൊജക്റ്റാണിത്. നിങ്ങൾ പറയുന്നത് ഹൈ സ്പീഡിൻ്റെ അത്രയും ചിലവ് വരില്ല. നമ്മൾ വയഡക്റ്റ് ഉണ്ടാക്കണം എന്നുള്ളത് ശരിയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ നോക്കിക്കോളൂ, ഇപ്പോൾ എറണാകുളം തുടങ്ങി ആലപ്പുഴേൻ്റെ ബോർഡർ വരെ വയഡക്റ്റാണ് പോകുന്നത് നാഷണൽ ഹൈവേ. ഇവിടെ എറണാകുളത്ത് ഇപ്പോൾ പോയിക്കുന്ന നാഷണൽ ഹൈവേ വയഡക്റ്റാണ് പോകുന്നത്. അപ്പോൾ അതെങ്ങനെ നടപ്പിലാകുന്നത്? അത് 45 മീറ്ററിലാണ് പോകുന്നത്. അതിൽ 40-30 മീറ്റർ 2 പിന്നെ സർവീസ് റോഡിന് പുറത്താണെന്ന് തോന്നുന്നുണ്ട്, താഴെയാണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ വയഡക്റ്റാണ് പോകുന്നത്. നമ്മൾ അറിയുന്നുണ്ടോ വർക്ക് നടക്കുന്നത്? അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേപോലെ തന്നെയാണ് വയഡക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു ലൈൻ തിരുവനന്തപുരം വരെ പോകേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുമാത്രമല്ല, ഈ പാരിസ്ഥിതിക്ക് ഒന്നും സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കാത്തത്? ഈ അടിയിലുള്ള മണ്ണിട്ട് ഫില്ല് ചെയ്യുന്നില്ല, ഒരു സംവിധാനം ചെയ്യുന്നില്ല. അടിയിൽ മുഴുവൻ എന്താണ്? അതാണ് ഭൂമി അങ്ങനെ തന്നെ കിടക്കുകയാണ്. വയലാണെങ്കിൽ വയൽ, കരയാണെങ്കിൽ കയൽ, അതിൻ്റെ അടിയിൽ കച്ചവടം ചെയ്യുക, അതിനെ സംവിധാനമാക്കി മാറ്റാം. ഇതൊരു ദീർഘവീക്ഷണമാണെന്നേ. ആ ദീർഘവീക്ഷണത്തിനെ ഈ ശ്രീധരൻ അംഗീകരിക്കുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. ഈ ശ്രീധരൻ്റെ മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ശ്രീധരൻ സാറിൻ്റെ മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹം ഒരു സംവിധാനത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്.
ആ പ്ലാൻ എന്ത് ചെയ്യണം, കേന്ദ്രത്തിൽ കൊണ്ട് നടപ്പിലാക്കി അത് എൻ്റെ പ്രൊജക്റ്റായിട്ട് അപ്രൂവ് ചെയ്യണം. പക്ഷേ ഞാൻ പറയുന്നത് കേരളത്തിൽ നടപ്പിലാക്കുന്ന പ്രൊജക്റ്റ് അല്ലേ, ആ പ്രൊജക്റ്റിന് സർക്കാരുമായി ചേർന്ന് തീർന്ന് നടപ്പിലാക്കുകയാണ് വേണ്ടത്. അപ്പോൾ കേരള സർക്കാരിനെ സംബന്ധിച്ചോളം പിണറായി വിജയൻ സർക്കാരിനെ സംബന്ധിച്ചോളം റെയിൽ കൊണ്ടുവന്നു. റെയിൽ കാസർഗോഡ് വഴി തിരുവനന്തപുരം നടപ്പിലാക്കാൻ കഴിയില്ല. ഇനി ഞാൻ വേറൊരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം. ഈ ഭൂമി ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല കേട്ടോ, ഈ ഭൂമി ഏറ്റെടുക്കണമെന്ന് നിർബന്ധമില്ല. 15 മീറ്റർ വീതിയിൽ ഈ സാധനം ലീസിൽ കിട്ടിയാലും മതി നമുക്ക്, കാരണം ആ ഭൂമി ഉപയോഗിക്കാം. മനസ്സിലായോ? ഏകദേശം 20 മീറ്റർ 25 മീറ്റർ ഉള്ളിൽ ഒരു ഫില്ലർ വരും എന്ന് മാത്രം, 2 ഫില്ലർ വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആ ഭൂമി ഉപയോഗിക്കാം, ലീസിലെടുത്താൽ മതി. ഇപ്പം ഞാൻ പറയാം, ഇപ്പം നിങ്ങളുടെ വലിയ ലൈൻ പോകുന്നുണ്ടല്ലോ, ഇലക്ട്രിക് ലൈൻസ്, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ പോകുന്നുണ്ടല്ലോ വലിയ ലൈൻസ് അല്ലേ, HT കണക്ഷൻ അല്ലേ, HT കണക്ഷൻ്റെ വലിയ ലൈൻസ് പോകുന്നുണ്ട്. ഈ ഭൂമികൾ മുഴുവൻ ഏറ്റെടുത്തിട്ട്, മനസ്സിലായോ? അതുപോലെ തന്നെ ഇതിനെ കണ്ടാൽ മതി, കാരണം ഏകദേശം 200 മീറ്റർ 250 മീറ്ററിലൊരു ഫില്ലർ ഉണ്ടാവും. അങ്ങനെയാണ് പോകുന്നത്. അപ്പം ഇതിനെ ക്ലാരിറ്റിയോടുകൂടി കാണാനുള്ള ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്, ഞാൻ പറയുന്നത് വളരെ ദീർഘവീക്ഷണത്തുള്ള ഒരു പ്രൊജക്റ്റ്, നടപ്പിലാക്കാൻ പോയ പ്രൊജക്റ്റാണ്. മെട്രോ അതുപോലെയാണല്ലോ ആണെന്നേ. അപ്പം ഞാൻ പറയുന്നത്, അപ്പോൾ ഇതിൻ്റെ 1-ാം ഘട്ടമെങ്കിലും കേരളത്തിൽ ഈ പറയുന്ന 5 വർഷം കൊണ്ട് നടപ്പിലാക്കാൻ പറ്റും. 5 വർഷം ഇച്ഛാശക്തിയുള്ള ഒരു സർക്കാരാണെങ്കിൽ 5 വർഷം കൊണ്ട് ഈ കേരളത്തിൽ 1-ാം ഘട്ടം വേണമെങ്കിൽ നടപ്പിലാക്കാം, തിരുവനന്തപുരം വരെ കൊച്ചി വരെയുള്ള. അപ്പം ഞാൻ വിചാരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ, കാരണം റെയിൽ അവർക്ക് നല്ല രീതിയിൽ പൊള്ളിയതാണ്. അപ്പോൾ പൊള്ളിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്, അതിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടാവും, നല്ല രീതിയിൽ പഠിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശ്രീധരൻ സാറിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു ധാരണ. ഞാൻ ഇന്നലെ പത്രസമ്മേളനം, ഇന്ന് അദ്ദേഹം പത്രസമ്മേളനം നടത്തി ഫൂളിഷ്നെസ് എന്നൊക്കെ ഞാൻ പറയുകയാണ്, കാരണം പുള്ളി ഈ പ്രൊജക്റ്റ് തന്നെയാണ് പറയുന്നത് കേട്ടോ. ഇന്നലെ പിണറായി വിജയൻ പറഞ്ഞ പ്രൊജക്റ്റ് തന്നെയാണ് പുള്ളി എന്ന് പറയാൻ, അതിലത് വലിയ മാറ്റമൊന്നുമില്ല. പുള്ളി 70% പിന്നെ വയഡക്റ്റിന് മേലെ കൂടെ പറയുന്നു, 20% ടണലും പറയുന്നു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ബാക്കിയുള്ള ഫൂളിഷ്നെസ്സാണ്. പക്ഷേ ഞാൻ പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രായം വെച്ചിട്ടും അദ്ദേഹത്തെ എക്സ്പീരിയൻസ് വെച്ചും നമ്മൾ അദ്ദേഹം ആദരിക്കുന്നുണ്ട്. അദ്ദേഹം കേരളത്തിൻ്റെ ഒരു മുതൽക്കൂട്ടാണ്, എല്ലാ കാര്യത്തിലും സംശയമാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി, ബാക്കിയുള്ളത് മുഴുവൻ തെറ്റാണ് എന്ന് പറയുന്നത് ശരിയല്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇതുപോലത്തെ ഒരു സെമി സ്പീഡ് ഹൈ സ്പീഡ് റെയിൽവേ വരണം. അതുപോലെ ഹൈ സ്പീഡ് റെയിൽവേക്ക് കേരളം യോഗ്യമല്ല. കേരളം യോഗ്യമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സെമി സ്പീഡ് യോഗ്യമാണ്, നഗരങ്ങൾ ടു നഗരം കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുമാത്രമല്ല, ഇതിന് വേറെ അനുമതിൻ്റെ ആവശ്യമില്ല, വേറെ ഒരു അനുമതിൻ്റെ ആവശ്യമില്ല. ഞാൻ പറയും നഗരവികസന മന്ത്രാലയം ആയതുകൊണ്ട് അതിനെനിക്ക് പാരിസ്ഥിതിക അനുമതി തന്നെ വേണമെന്ന് ഡൗട്ടുണ്ട്. ഈ നഗരവികസന മന്ത്രാലയത്തിൻ്റെ പ്രത്യേകത പാരിസ്ഥിതിക അനുമതിൻ്റെ കീഴിലല്ല വരുന്നത്, എൻ്റെ എനിക്ക് എന്നെ വേണമെന്ന് ഡൗട്ടുണ്ട്, പക്ഷെ അറിയില്ല. പക്ഷേ ഞാൻ പറയുന്നത് അതൊരു വലിയ മാറ്റമാണ്. ഈ അതിവേഗം സാധ്യമാകുമെന്ന് ചോദിച്ചാൽ 100% സാധ്യമാകും. അത് പിണറായി വിജയൻ സർക്കാർ വിചാരിച്ച് നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. ശരി. Meet the editors.